ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കറിയാം കേട്ടെറ്റ് കൊടുമ്പുരി കൊണ്ട് നിൽക്കുകയാണ്. കേട്ടെറ്റ് എക്സാം എപ്പോൾ വേണമെങ്കിലും നോട്ടിഫിക്കേഷൻ വരാം. അപ്പോൾ കേട്ടെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കേട്ടെറ്റ് കാറ്റഗറി 3യിൽ എപ്പോഴും നമുക്കറിയാവുന്നതാണ്, കേട്ടെറ്റ് കാറ്റഗറി 3യുടെ ഉദ്യോഗാർത്ഥികളോടാണ് നമ്മുടെ കോഴ്സ് സബ്ജക്റ്റിൽ 80 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. അതിൽ 50 മാർക്കിനെ നമ്മുടെ കോഴ്സ് സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളൂ. ബാക്കി 30 മാർക്ക് പെഡഗോജിക്കൽ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഈ 30 മാർക്ക് പെഡഗോജിയുടെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു 25 മാർക്ക് അതിൽ നിന്നും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമ്മളെ ഒറ്റത്തവണ എക്സാമിലൂടെ നേടാനായിട്ട് കേട്ടിട്ട് നേടാൻ സഹായിക്കുന്ന ഒരു സംഭവമാണത്. സോ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടിട്ട് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2019 ജൂണിൽ വന്നിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എങ്ങനെ ആൻസറിലേക്ക് കടക്കാം, എങ്ങനെ ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസറിലേക്ക് കടക്കാം, എങ്ങനെ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കേട്ടിട്ട് കാറ്റഗറി 3 എല്ലാ സബ്ജക്റ്റുകളും ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, പഠനം ആരംഭിക്കാം. ഒരു മെന്ററുടെ സഹായത്തോടു കൂടി തന്നെ കേട്ടിട്ട് കാറ്റഗറി 3യെ ഫസ്റ്റ് ടൈം കൊണ്ട് തന്നെ നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് കടക്കാം. എന്താണ് K3 ഫിസിക്കൽ സയൻസിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ 10 ഏതൊക്കെയാണെന്നും നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതാണ്: ഇഫ് യു വാണ്ട് more details regarding scattering of light, it is better to refer. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഇതാണ്, ഇഫ് യു വാണ്ട് മോർ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് എന്താണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്നതിനെ കുറിച്ച് കുറേയേറെ ഇൻഫർമേഷൻ ആവശ്യമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഏതായിരിക്കും നിങ്ങൾക്ക് റെഫർ ചെയ്യുക? ഇറ്റ് ഈസ് ബെറ്റർ ടു റെഫർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെസൺ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുന്നതിലൂടെയാണോ, യൂണിറ്റ് പ്ലാനിലൂടെയാണോ, റിസോഴ്സ് യൂണിറ്റിലൂടെയാണോ, ലെസൺ ടെംപ്ലേറ്റിലൂടെയാണോ? ഏതിലൂടെയാണ് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കൂടുതലായി അറിയണമുണ്ട്, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിനെ കുറിച്ച് കൂടുതലായി ഇൻഫർമേഷൻ ആവശ്യമാണ്, അങ്ങനെയെങ്കിൽ മോർ ഡീറ്റെയിൽസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ താഴെ പറയുന്നതിൽ ഏതായിരിക്കും റെഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കുക, ലെസൺ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ ആണ്, അഡീഷണൽ ഇൻഫർമേഷൻ ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ ലെസൺ ട്രാൻസ്ക്രിപ്ഷൻ ആണോ നിങ്ങൾക്കൊരു ടീച്ചർ എന്ന നിലയിൽ വേണ്ടത്? യൂണിറ്റ് പ്ലാൻ ആണോ, റിസോഴ്സ് യൂണിറ്റ് ആണോ, ലെസൺ ടെംപ്ലേറ്റ് ആണോ? ഏതാണ് വേണ്ടത്? ഇവിടെ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിറ്റ് പ്ലാനിലാണേലും ഒരു ലെസൺ പ്ലാനിലാണേലും അധ്യാപകനെ സഹായിക്കുന്നതാണ് റിസോഴ്സ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഒബ്ജക്റ്റീവ്സ്. നമുക്കറിയാം ഒരു ലെസൺ ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സോഴ്സിനെയാണ് റിസോഴ്സ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമുക്കൊരു ലെസൻ്റെ ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്യാനായിട്ട്, ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിന് എന്ന് വേണ്ട ഒരു ലെസൺ ടീച്ചിങ്ങിന് വേണ്ടിയുള്ള, ഒരു ലെസൺ ടീച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ റിസോഴ്സ് യൂണിറ്റിൽ. അപ്പം നമുക്ക് കൂടുതൽ എന്താ വേണ്ടത്? ഈ ഒരു പ്രത്യേക സംഗതിയെക്കുറിച്ച് ഒരു അധ്യാപകൻ എന്ന നിലയിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് ആവശ്യമായിട്ടുള്ളത്? റിസോഴ്സ് യൂണിറ്റ് ആണ് എന്ന് കാണാനായിട്ട് സാധിക്കും. റിസോഴ്സ് യൂണിറ്റ് ആണെന്നുള്ളത് കാണുക. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഐഡന്റിഫൈ ദ ഗ്രാഫ് വിച്ച് ഈസ് ബെസ്റ്റ് ഫോർ പ്രസന്റിങ് chronological development of nature of light. ഓക്കെ, ഇതിൽ നിങ്ങൾ വേറൊന്നും ചിന്തിക്കണ്ട, ഒരൊറ്റ ക്ലൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ക്രോണലോജിക്കൽ ഡെവലപ്മെന്റ് ഓഫ് നേച്ചർ ഓഫ് ലൈറ്റ്. ഈ ക്രോണലോജിക്കൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? മുന്നിലുള്ള, അതായത് സമയങ്ങളെ കാണിക്കുന്ന, അല്ലെ ഒരു ചരിത്ര നിമിഷത്തെ കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരു വർഷത്തെ കാണിക്കുന്ന, നമ്മൾ ക്രോണലോജിക്കൽ പീരീഡ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ? അപ്പോൾ ഇവിടെ എന്താണ്? ഒരു ടൈമിനെ കാണിക്കുന്നതാണ് ക്രോണലോജിക്കൽ എന്ന് പറയുന്നത്. ടൈമിനെ കാണിക്കുന്ന, വേറെ ഒന്നും നമ്മൾ അവിടെ ചിന്തിക്കേണ്ട, ഒരു ടൈമിനെ കാണിക്കുന്നതാണ് എന്ന് ചിന്തിച്ചാൽ പോലും ട്രീ ചാർട്ടാണോ, ഫ്ലോ ചാർട്ടാണോ, ടൈം ചാർട്ടാണോ, ഫ്ലിപ്പ് ചാർട്ടാണോ, ഇത് ഒക്കെ എന്താണ്? ഇതിൻ്റെ ഓരോന്നിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ
ഇവിടെ എന്താണ് ഈ ഒരു പ്രത്യേകം നിങ്ങൾക്ക് പ്രത്യേകം നമുക്ക് എന്ത് ചെയ്യാം ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാനുള്ളത്? ക്രോണോളജിക്കൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ടൈം പീരീഡുമാണ്. സോ അത് കാണിക്കുന്ന ചാർട്ടിനെ ടൈം ചാർട്ട് എന്ന് പറയാം, ഇല്ലേ? അപ്പൊ എന്താ ഉത്തരമായി വരിക? ടൈം ചാർട്ടാണ് ഉത്തരമായി വരിക എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോജക്റ്റ് എയ്ഡ്? ഒരു പ്രോജക്റ്റ് എയ്ഡ് അല്ലാത്തത് ഏതാണ്? ഓവർഹെഡ് പ്രൊജക്ടർ ആണോ, ഡയോരമയാണോ, എപ്പിസ്കോപ്പ് ആണോ, എപ്പിഡയാസ്കോപ്പ് ആണോ? ഇതിലേതാണ് പ്രോജക്റ്റ് എയ്ഡ് അല്ലാത്തത്? ഓക്കെ, പ്രോജക്റ്റ് എയ്ഡ് അല്ലാത്തത് ഏതാണ്? ഓവർഹെഡ് പ്രൊജക്ടർ ആണോ, എപ്പിസ്കോപ്പ് ആണോ, എപ്പിഡയാസ്കോപ്പ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്രോജക്റ്റ് എയ്ഡ് അല്ലാത്തത് ഏതാണ്? ഇതിൽ വരുന്നത് ഡയോരമയാണ്. ഡയോരമ എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? ഇപ്പൊ നമ്മൾ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്താണ് ചിത്രീകരിക്കുകയാണ്. അവിടെ ഒരു സിറ്റുവേഷൻ നമ്മൾ അവിടെ റിയൽ ആയിട്ട് ഉണ്ടാക്കുകയാണ്. അതായത് ഒരു യുദ്ധം കാണിക്കുകയാണെന്ന് വയ്ക്കുക. ഒരു കോട്ട നമ്മൾ അവിടെ ഉണ്ടാക്കും. ആ കോട്ടയ്ക്കുള്ളിലായിട്ട് ഭടന്മാരുണ്ട്, കോട്ടയ്ക്ക് പുറത്ത് ഭടന്മാരുണ്ട്, രാജാവിനെ നമ്മൾ അവിടെ ഉണ്ടാക്കും, റാണിമാരെ കാണിക്കുന്നു, അവരുടെ ഉദ്യാനം കാണിക്കും. അങ്ങനെ അതിനെ ഇങ്ങനെ മേഡ് ചെയ്തു വച്ചിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഒരു മോഡലും ഡയോരമയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മോഡൽ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഈ പെണ്ണിന്റെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇതൊരു മോഡൽ, ഇതാണ് ഡിജിറ്റൽ ബോർഡ് പെൻ എന്ന് പറയും, ഇതൊരു മോഡലാണ്. ഇതുപോലത്തെ ഒരു പേന നിങ്ങൾ വാങ്ങിക്കുക. ഇതിപ്പോൾ ഒരു മോഡലായിട്ട് കാണിച്ചുകൊണ്ടാണ് ഞാൻ പറയുക, അല്ലേ? നമുക്കറിയാം ഈ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ കാറാണേലും ഈവൻ നമ്മുടെ കോസ്റ്റ്യൂംസ്, നമ്മുടെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഉണ്ടല്ലോ, ലിപ്സ്റ്റിക്ക്, നമ്മൾ ഈ മുഖത്തിടുന്ന സാധനങ്ങളുടെയൊക്കെ ഒരു മോഡലായിട്ട് അവർ നിൽക്കാറുണ്ട്. കാരണം ആ സംഭവം കാണിച്ച് ഇത് ഉപയോഗിക്കൂ, നിങ്ങൾ കൂടുതൽ ഗ്ലോ നേടൂ എന്നൊക്കെ ഉള്ള ഒരു മോഡലായിട്ട് നിൽക്കാറുണ്ട്, അല്ലേ? അപ്പൊ അതൊരു മോഡലാണ്. ഡയോരമ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അവിടെ സൃഷ്ടിക്കുക, ആ ഒരു സിറ്റുവേഷൻ അവിടെ സൃഷ്ടിക്കുകയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ അതൊരു ബിംബം പോലെ സൃഷ്ടിച്ചെടുക്കുന്നതിനെയാണ് ഡയോരമ. സോ പ്രോജക്റ്റ് എയ്ഡ് അല്ല ഡയോരമ, പ്രോജക്റ്റ് എയ്ഡ് അല്ല. ഓവർഹെഡ് പ്രൊജക്ടറിനെ പോലെ ഒരു പ്രോജക്റ്റ് എയ്ഡ് അല്ല ഡയോരമ, ഒരു 3D എയ്ഡ് ആണ്. ഓക്കെ, 3 ഡയമെൻഷണൽ എയ്ഡ് ആണ് ഡയോരമ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 3 ഡയമെൻഷണൽ എയ്ഡ്, 3D എയ്ഡ് എന്നും കൂടെ അവിടെ എഴുതി വെച്ചോളൂ കേട്ടോ. അടുത്തത് ഐഡന്റിഫൈ. ഇനി ഇത് എന്താണ് പ്രോജക്റ്റ് എയ്ഡും 3D എയ്ഡും 2D എയ്ഡും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ കാണുന്നുണ്ട്. അപ്പൊ അത് കണ്ടുപഠിക്കുക കേട്ടോ. അടുത്തത് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് വിച്ച് ഗീവ്സ് എംഫസൈസ് ടു മാസ്റ്ററി ഓഫ് എ സ്കില്ല്. ഓക്കെ, ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം വേണം. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് വിച്ച് ഗീവ്സ് എംഫസൈസ് ടു മാസ്റ്ററി ഓഫ് എ സ്കില്ല്. ഓക്കെ, അപ്പൊ പ്രോജക്റ്റിന്റെ ഏത് ടൈപ്പ് ഓഫ് പ്രോജക്റ്റിലാണ് മാസ്റ്ററി ഓഫ് സ്കില്ലിന് കൂടുതൽ എംഫസൈസ് നൽകുന്നത് എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് അറിയില്ല എന്ന് വെക്കുക, അതിനെ മാറ്റി വെക്കുക. ഓക്കെ, അതിനെ നമ്മൾ മാറ്റിവെച്ചു. ഇനി സെക്കൻഡിലി നമ്മൾ നോക്കാനുള്ളത് എന്താണ്? ഏതാണ് മാസ്റ്ററി ഓഫ് സ്കിൽസിനെ എംഫസൈസ് ചെയ്യുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണെന്നുള്ളതാണ് നോക്കേണ്ടത്. മാസ്റ്ററി ഓഫ് എ സ്കിൽ, ഒരു സ്കില്ലിനെ മാസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എംഫസൈസ് ചെയ്യുന്ന അല്ലെ അതിനെ പരിപോഷിപ്പിക്കുന്ന ഏതാണ് താഴെ? കൺസ്യൂമർ ടൈപ്പ് ആണോ, പ്രൊഡ്യൂസർ ടൈപ്പ് ആണോ, പ്രോബ്ലം ടൈപ്പ് ആണോ, ഡ്രിൽ ടൈപ്പ് ആണോ? ഒരു സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ്? ഇപ്പൊ ഞാൻ ഏറ്റവും നിസ്സാരമായിട്ടൊരു എക്സാമ്പിൾ പറയട്ടെ. ഒരു ചാപ്റ്റർ, നമ്മളിപ്പോൾ ഒരു 3ാം ക്ലാസ്സുകാരനെ കൊണ്ട് ഒരു ചാപ്റ്റർ വായിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ റീഡിങ് സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, റീഡിങ് സ്കില്ലാണ്. അപ്പൊ ഈ കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വട്ടം വായിച്ചാൽ കുട്ടി പഠിക്കുവോ? ഇല്ല. അതിന് എന്താവശ്യമാണ്? ഡ്രിൽ ആവശ്യമാണ്, അല്ലെ? എക്സ്റ്റെൻസീവ് ഡ്രില്ലുകൾ ആവശ്യമാണ്, നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡ്രില്ലുകൾ ആവശ്യമാണ്. എന്തിനാ? ആ റീഡിങ് എന്നുള്ള സ്കില്ല് അതിലവൻ മാസ്റ്റർ നേടാൻ, ആ ഒരു റീഡിങ് സ്കില്ലിൽ കേപ്പബിൾ ആവാൻ അവന് എന്താവശ്യമാണ്? റീഡിങ് ഡ്രിൽ ആവശ്യമാണ്. ഇനി റൈറ്റിംഗ്, അവന് കൃത്യമായിട്ട് എഴുതണം. ഇപ്പൊ 3ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ അക്ഷരത്തെറ്റില്ലാതെ അവൻ എഴുതണമെന്നുണ്ടെങ്കിൽ ആ അക്ഷരത്തെറ്റില്ലാതെ വാക്കുകൾ പഠിക്കുന്നത് എഴുതിയാണ്, അല്ലെ? അതിന് ഡ്രിൽ അവൻ ആവശ്യമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സ്കിൽ ആവശ്യമാണ്, നേടാൻ ആവശ്യമായത് ഏതാണ്? ഡ്രിൽ ടൈപ്പ് പ്രോജക്റ്റ് ആണ്. ചെയ്ത് പഠിക്കുന്നതിലൂടെയാണ് നേടാൻ സാധിക്കുക. പഠിച്ചു വെക്കണേ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് പേജിൽ ഉത്തരവുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോട്ട് ബുക്കിലോട്ട് കേത്രിക്കാർ എഴുതിയെടുത്ത് വെച്ച് പഠിക്കുക. അപ്പം നാച്ചുറൽ സയൻസുകാർക്കും സെയിം തന്നെയാണ്, ഫിസിക്കൽ സയൻസ് മാത്രമല്ല നാച്ചുറൽ സയൻസുകാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് റിയലൈസേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് അല്ല. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റീവ് അല്ല സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സ്കില്ലുമല്ല, നമ്മുടെ ഒരു സ്പെസിഫിക്കേഷൻ ഏരിയയുമല്ല. സെൽഫ് റിയലൈസേഷൻ ഈസ് ആൻ എയിം. സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? അതൊരു എയിം ആണ്. സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് ഒരു എയിം ആണ് എന്ന് പഠിച്ചു വയ്ക്കുക. അതങ്ങനെ അങ്ങ് തന്നെ പഠിച്ചു വെച്ചോളൂ. സെൽഫ് റിയലൈസേഷൻ ഇസ് ആൻ എയിം എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എയിം എന്ന് പഠിച്ചു വയ്ക്കുക. അടുത്തത്, ഇഫ് എ ടീച്ചർ ആസ്ക് ക്വസ്റ്റ്യൻസ് while teaching then it is. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ, while teaching പഠിപ്പിക്കുന്നതിനിടയിൽ അധ്യാപകൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്തിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? കുട്ടികൾക്ക് മനസ്സിലായോ എന്നറിയാൻ, അവർ ക്യാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ, അവർക്ക് ക്ലിയർ ആകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അധ്യാപകൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു. If a teacher asks questions while teaching then it is summative evaluation ആണോ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണോ, പ്രോഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണോ, പ്രഡിക്റ്റീവ് ഇവാലുവേഷൻ ആണോ? അപ്പൊ ഇതിൽ എന്ത് വരാം? സബ്മേറ്റീവും പ്രോഗ്നോസ്റ്റിക്കും ഒക്കെ ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് വരിക? ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ്. അധ്യാപകനും സ്റ്റുഡൻറ്റിനും ഒരേ സമയം തന്നെ ഫീഡ്ബാക്ക് ലഭിക്കുന്ന, ഒരേ സമയം തന്നെ എന്ത് ലഭിക്കുന്നു? ഫീഡ്ബാക്ക് ലഭിക്കുന്ന രീതിയിലുള്ള എന്താണ്? ഇവാലുവേഷനെയാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുക. അത് ഡ്യൂറിങ് ദ ടീച്ചിങ് ലേണിംഗ് ടൈമിൽ നടക്കുന്നതാണ് എന്നുകൂടി പഠിച്ചു വയ്ക്കുക. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് കണ്ടുവയ്ക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ബിഹേവിയറിസം. ഓക്കെ, ബിഹേവിയറിസവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ തന്നിരിക്കുന്ന 4 ടോപ്പ് സെന്റൻസുകളിൽ അല്ലെ 4 പോയിന്റുകളിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യാത്തതിനെ ഔട്ടാക്കുക എന്നുള്ളതാണ് മെൻഷൻ ചെയ്യുന്നത്. ലേണിംഗ് ഈസ് സിംപിളി ഒബ്സർവബിൾ ബിഹേവിയറൽ ചേഞ്ച്. പഠനം എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചിനെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാം, അല്ലെ ആ ഒബ്സർവബിൾ ബിഹേവിയറൽ ചേഞ്ച് ആണ്. അതായത് നമുക്ക് എന്താണ് ഞാൻ പക്ക മലയാളത്തിൽ പറയാം, നിരീക്ഷണ യോഗ്യമായ സ്വഭാവമാറ്റം എന്നാണ് പറയുക. നിരീക്ഷണ യോഗ്യമായ സ്വഭാവമാറ്റം എന്നാണ് അതിന് മലയാളത്തിൽ പറയുക. അപ്പൊ ലേണിംഗ് എന്ന് പറയുന്നത് ബിഹേവിയറൽ ചേഞ്ച് ആണ് എന്ന് നമുക്കറിയാം. അത് ഒബ്സർവബിൾ ബിഹേവിയറൽ ചേഞ്ച് ആണോ എന്നുള്ളത്. അപ്പൊ ആ ബിഹേവിയർ എന്ന് റിലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അത് ബിഹേവിയറിസവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം ബിഹേവിയറിസ്റ്റുകൾ പറയുന്നത് അതാണ്, ലേണിംഗ് എന്ന് പറയുന്നത് ഒബ്സർവബിൾ ബിഹേവിയറൽ ചേഞ്ച് ആണ് എന്നാണ് ബിഹേവിയറിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. അത് നോട്ട് ചെയ്ത് വയ്ക്കുക. 2, ലേണിംഗ് ഈസ് ഡ്രിൽ ആൻഡ് പ്രാക്ടീസ്. അപ്പൊ എന്താണ്? ചെയ്ത് പഠിക്കുക, ചെയ്ത് പ്രാക്ടീസിലൂടെ, ചെയ്ത് പ്രാക്ടീസിലൂടെയാണ് പഠിക്കുന്നത്. ഇതാണ് ട്രയൽ ആൻഡ് എറർ തിയറിയിൽ തോണ്ടേക്ക് പറയുന്നത്. ഡ്രിൽ ആൻഡ് എക്സസൈസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു ബിഹേവിയറിസ്റ്റ് ആണ്. അപ്പൊ അതും ബിഹേവിയറിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണെന്ന് പറയാം. അടുത്തതാണ്, ലേണിംഗ് ഈസ് എ റിസൾട്ട് ഓഫ് സ്റ്റിമുലസ് റെസ്പോൺസ് എസ്റ്റാബ്ലിഷ്മെന്റ്. അവരെ ബിഹേവിയറിസത്തിൽ പറയുന്നത് തന്നെ എന്താണ്? SR റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്, അല്ലെ? SR റിലേഷനിലൂടെയാണ് പഠനം നടക്കുന്നത്. SR ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത് ലേണിംഗ് ത്രൂ ആണ്, അല്ലെ? ലേണിംഗ് ഒക്കേഴ്സ് ത്രൂ SR ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ SR കണക്ഷൻ എന്നാണ് ബിഹേവിയറിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ അതും എന്താണ്? ബിഹേവിയറിസവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പോയിന്റ് ആണ്. ബിഹേവിയറിസം ഈസ് ആൻ ഔട്ട്കം ഓഫ് മെന്റൽ പ്രോസസ്. നമ്മുടെ കൊഗ്നിറ്റീവ് പ്രോസസ്സിന്റെ ഒരു ഔട്ട്കം ആണ് ബിഹേവിയറിസം. ബിഹേവിയർ എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ബിഹേവിയർ എന്ന് പറയുന്നത് മെന്റൽ പ്രോസസ്സിന്റെ ഔട്ട്കം ആണ് എന്ന് പറഞ്ഞത് ആരാണ്? കൊഗ്നിറ്റിവിസ്റ്റുകളാണ് ഇത് പറഞ്ഞത്. മെന്റൽ പ്രോസസ്സിന് ഊന്നൽ നൽകിയത് ആരാണ്? കൊഗ്നിറ്റിവിസ്റ്റുകളാണ്. കൊഗ്നിറ്റീവുകാരാണ് പറഞ്ഞത്. മെന്റൽ പ്രോസസ്സിന് ഊന്നൽ നൽകിയത് കൊഗ്നിറ്റിവിസ്റ്റുകളാണ്. പഠിച്ചു വയ്ക്കുക കേട്ടോ. മെന്റൽ പ്രോസസ്സിന് ഊന്നൽ നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ കൊഗ്നിറ്റിവിസ്റ്റുകളാണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പൊ ഏതാണ് ഓഡ് വൺ? മെന്റൽ പ്രോസസ്. അത് ഊന്നൽ നൽകിയത് പിയാഷെയും ബ്രൂണറും ഒക്കെയാണ്. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് മനസ്സിലായി. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ചിട്ട് ഓപ്ഷനിലേക്ക് പോകണം, അർത്ഥം മനസ്സിലാക്കി കടന്നു ചെല്ലുക. SAPA എംഫസൈസ് മോർ ഓൺ. SAPA എന്താണ്?
സയൻസ് ആസ് എ പ്രോസസ് അപ്രോച്ച് എന്നുള്ളതാണ് കേട്ടോ. സയൻസ് ആസ് എ പ്രോസസ് അപ്രോച്ച്, SAPA, സയൻസ് ആസ് എ പ്രോസസ് അപ്രോച്ച്. 1963 ഈ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. സയൻസ് ആസ് എ പ്രോസസ് അപ്രോച്ച്. സയൻസ് ആസ് എ പ്രോസസ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ തന്നെ അത് എംഫസൈസ് ചെയ്യുന്നത് എന്തിനെ ആയിരിക്കാം? പ്രോസസ് അപ്രോച്ചിനെ ആയിരിക്കാം. ഒബിയസ്ലി നമുക്കറിയാം സയൻസ് ആസ് എ പ്രോഡക്റ്റ് ആൻഡ് എ പ്രോസസ് എന്ന് പറയാം. സയൻസ് ആസ് എ പ്രോസസ് ആൻഡ് എ പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണെന്ന് പറയാം. സയൻസ് എന്ന് പറഞ്ഞാൽ സയൻസ് ഈസ് നോളജ്. സയൻസിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ടു നോ ഓർ നോളജ് എന്നുള്ളതാണ് അല്ലേ. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് നോളജ് എന്നാണ് പറയുന്നത്. സയൻസ് ഈസ് എ ബ്രാഞ്ച് ഓഫ് നോളജ് എന്നാണ് പറയുക. അപ്പൊ സയൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ പ്യുവർലി നമുക്ക് പറയാം സയൻസ് ഈസ് പ്രോസസ് പ്രൊഡക്റ്റ് ഓറിയന്റഡ് എന്ന് പറയാം. എന്താണ് വാട്ട് ഈസ് പ്രോസസ് ഓറിയന്റഡ് എന്ന് ചോദിച്ചാൽ ദ വേ ഓഫ് അക്വയറിംഗ് നോളജ്. നോളജ് സമ്പാദിക്കുന്ന പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ വേയാണ് പ്രോസസ് എന്ന് പറയുന്നത്. വാട്ട് വി അക്വയർഡ് ഈസ് പ്രോഡക്റ്റ്. നമ്മൾ എന്താണോ അക്വയർ ചെയ്തത് ദാറ്റ് ഈസ് കോൾഡ് പ്രോഡക്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? സയൻസ് എന്ന് പറഞ്ഞാൽ പ്രോസസ് പ്രോഡക്റ്റ് ഓറിയന്റഡ് ആണ്. പ്രോസസ് ദ മീൻസ് എന്താണെന്ന് ചോദിച്ചാൽ ദ മീൻ പ്രോസസ് ദാറ്റ് ദ വേ ഓഫ് അക്വയറിംഗ് നോളജ്. നമ്മൾ എങ്ങനെയാണോ നോളജ് അക്വയർ ചെയ്യുന്നത് അതിനെ പ്രോസസ് എന്നും വാട്ട് വി അക്വയർഡ് ഈസ് പ്രോഡക്റ്റ് എന്ന് പറയാം. നമ്മൾ എന്താണോ അക്വയർ ചെയ്തത് അതിനെ പ്രോഡക്റ്റ് എന്ന് പറയാം. അതാണ് സയൻസ് എഡ്യൂക്കേഷനിലെ പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ SAPA എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് 1963 കണ്ടു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് സയൻസ് ആസ് എ പ്രോസസ് അപ്രോച്ച് എന്നുള്ള രീതിയിലാണ്. അതിൽ എംഫസൈസ് ചെയ്തിരിക്കുന്നത് പ്രോസസ് അപ്രോച്ചിനെയാണ് എന്ന് കാണാൻ സാധിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മക്കളെ. പ്രോസസ് അപ്രോച്ച്. ഓക്കെ, അടുത്തതിലേക്ക് കടക്കാം. സയൻസ് വ്യൂഡ് ആസ് എ പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത് റിഫ്ലെക്ട്സ്. ഇതാ, അതായത് നമ്മളിവിടെ ട്രൂത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് ഈസ്തെറ്റിക് വാല്യൂ ആണോ, മോറൽ വാല്യൂ ആണോ, കൾച്ചറൽ വാല്യൂ ആണോ, വൊക്കേഷണൽ വാല്യൂ ആണോ? ട്രൂത്ത് എന്ന് പറയുന്നത് ഈ താഴെ പറയുന്നതിൽ എന്ത് വാല്യൂമായിട്ട് റിലേറ്റഡ് ആണ്? ഈസ്തെറ്റിക് എന്ന് വെച്ചാൽ സൗന്ദര്യാത്മകം, കൾച്ചറൽ എന്ന് പറയുന്നത് സാംസ്കാരികം റിലേറ്റഡ്, വൊക്കേഷണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിനിങ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള. ഇതിൽ ഏത് വരാം? മോറൽ വാല്യൂ ആണ് അല്ലെ. ട്രൂത്ത് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു മോറൽ വാല്യൂ എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇഫ് എ ടീച്ചർ introspects on the teaching performance after transacting the contest then it is. അതായത് ഒരു അധ്യാപകൻ പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെ തൻ്റെ കണ്ടന്റ് ഇന്ററാക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുകയാണ്? ഒരു ടീച്ചർ ഇൻട്രോസ്പെക്ട്സ് ചെയ്യുകയാണ് ഓൺ ദ ടീച്ചിങ് പെർഫോമൻസ്. എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. അതിനെ എന്ത് പറയാം? റീകൺസിലേഷൻ എന്നാണോ, റിഫ്ലക്ഷൻ എന്നാണോ, റീഓർഗനൈസേഷൻ എന്നാണോ, റീക്യാപിറ്റുലേഷൻ എന്നാണോ? നമ്മുടെ ടീച്ചിങ് മാനുവലിലുള്ള ഒരു പേജാണ്, ഒരു കോളമാണ്. അതിനെന്താണ് പറയുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ദ ടീച്ചർ ഇൻട്രോസ്പെക്ട്സ് ഓൺ ദ ടീച്ചിങ് പെർഫോമൻസ്. സ്വയം വിലയിരുത്തുകയാണ് ഒരു ടീച്ചിങ് പെർഫോമൻസിനെ ആഫ്റ്റർ ട്രാൻസ്ലേറ്റിംഗ് ദ കോണ്ടസ്റ്റ്. ആ ഒരു കോണ്ടസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം ഹി ഷുഡ് ഇൻട്രോസ്പെക്ട് ഹിംസെൽഫ് ഓൺ ദ ടീച്ചിങ് പെർഫോമൻസ്. അദ്ദേഹത്തിൻ്റെ തന്നെ ടീച്ചിങ് പെർഫോമൻസിന് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഇൻട്രോസ്പെക്ട് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ അതിനെ എന്ത് പറയാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിഫ്ലക്ഷൻ എന്ന് പറയാം. ഞാൻ ഈ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് മുഴുവനും പഠിച്ചു വെച്ചോണം കേട്ടോ, കാണാതെ പഠിച്ചു വെച്ചോളുക. റിഫ്ലക്ഷൻ എന്ന് പറയാം അല്ല, നോട്ട് ബുക്കിലേക്ക് എഴുതി അർത്ഥം മനസ്സിലാക്കി ക്വസ്റ്റ്യൻ വായിക്കുക, ഓപ്ഷനിലേക്ക് വരിക, വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. എന്ന് വെച്ച് കണ്ടന്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ധാരണ കിട്ടുകയുള്ളൂ. നമ്മൾ ഈ പെഡഗോജി നോക്കാതെ പോയിട്ട് എനിക്ക് ധാരണ വേണം എന്ന് പറഞ്ഞാൽ ധാരണ വരില്ല. അതേസമയം നമുക്ക് ഈ കണ്ടന്റ് അറിഞ്ഞു പോയി ധാരണ നേടിയാലേ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം മക്കൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു സംഗതി നോട്ട് ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. പെഡഗോജിയുടെ നോട്ട് ഫിസിക്കൽ സയൻസിലെ, നാച്ചുറൽ സയൻസിലെ പെഡഗോജിക്കൽ ഏരിയയുടെ 30 മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ണും പൊട്ടി ജോയിൻ ചെയ്ത് പഠിച്ചോളൂ. 30 മാർക്ക് ഇവിടെ സേഫ് അല്ല, 150 മാർക്കും സേഫ് ആണ്. പെഡഗോജിക്കൽ ഏരിയ നമ്മൾ സേഫ് ആക്കി തരും. ഓക്കെ, അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തിനെ കാണാം? ഈ പെഡഗോജിക്കൽ ഏരിയ കാണാം. 30 മാർക്കിനാണ് ഫിസിക്കൽ. നിങ്ങൾ സംശയമുണ്ട്, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങളുടെ ഫിസിക്സിന്റെ ഏരിയ എന്നുള്ള ബാക്കി ക്വസ്റ്റ്യൻ എണ്ണി നോക്ക് താഴേന്ന്.
അപ്പം നിങ്ങൾക്ക് കിട്ടും 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് കിട്ടുക. അപ്പം അത് പഠിച്ചു വെക്കുക. ഇതാണ് നമുക്ക് ബേസിക്കലി പഠിക്കാനുള്ളത് മക്കളെ. പഠിച്ചു വെക്കുക. വരാൻ പോകുന്ന കേട്ടറ്റ് കാറ്റഗറി 3 ഒറ്റ തവണ കൊണ്ട് നേടിക്കോണം. ഒരൊറ്റ തവണ പരിശ്രമം കൊണ്ട് കേട്ടറ്റ് കാറ്റഗറി 3 കൈ പിടിച്ചോണം. ഓക്കെ, അപ്പം മറ്റൊരു ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പഠനം ആരംഭിക്കുക. എന്തെങ്കിലും ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. മെൻറ്റേഴ്സ് നിങ്ങളെ പക്ക രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്യിച്ചോളും. കൂടെ ഞാനും ഉണ്ടാവും. ഓക്കെ ഡിയേഴ്സ്, അപ്പം മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.